മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇറാനിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള ആക്രമണത്തില് നമ്മുടെ കേരളത്തിലെ ജിഹാദികളുടെ പ്രധാനപ്പെട്ട തന്തയായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമൈനിയുടെ വീട് ഉൾപ്പെടെ ഇസ്രായേലി സൈന്യം അങ്ങ് അടിച്ച് തകർത്തിട്ടുണ്ട്. നമ്മൾ ഇത് വലിയ സന്തോഷത്തോട് കൂടിയിട്ട് ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചാടി വിളിച്ചു പറയും, ഒരു മതനേതാവിന്റെ വീട് തകർത്തതില് എന്തിനാണ് ഇത്ര ആഘോഷിക്കുന്നത് എന്നൊക്കെ. അത്തരം പ്രചരണം നടത്തുന്ന സകല ജിഹാദികളോടും പറയാനുള്ളത്, ആയത്തുള്ള അലി ഖൊമൈനി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരവാദികളെ വളർത്തുന്ന, തീവ്രവാദികളെ വളർത്തുന്ന ഈ ജിഹാദിയാണ് ഈ ആയത്തുള്ള അലി ഖൊമൈനി എന്ന് പറയുന്നത്. ഒരു ഗോപ്പിലെ മതനേതാവല്ല, തീവ്രവാദവും ജിഹാദിസവും ലോകം മൊത്തം വളർത്തുന്നതിലെ പ്രധാനിയാണ് ഈ ആയത്തുള്ള അലി ഖൊമൈനി. ആ ഖൊമൈനിയുടെ വീട് തകർത്തു എന്ന് പറയുമ്പോ അത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ സന്തോഷിക്കും. അതിനേക്കാൾ അപ്പുറം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ നമ്മൾ മലയാളികൾക്ക് എങ്ങനെയാണ് ഈ ഖൊമൈനിയെ പിന്തുണയ്ക്കാൻ സാധിക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 5 ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ പറയുന്ന ഖൊമൈനി ആക്രമണം നടത്തിയില്ലേ? മലയാളികൾ ചിന്തിക്കണം. നമ്മളിൽപ്പെട്ട നമ്മുടെ വേണ്ടപ്പെട്ടവർ, എന്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരുപാട് പരിചയക്കാര്, സുഹൃത്തുക്കള്, വളരെ വേണ്ടപ്പെട്ട ആളുകൾ, നമുക്കൊക്കെ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ തന്നെ ജീവൻ അപകടത്തിലാവുന്ന വിധത്തിലുള്ള ആക്രമണമല്ലേ? ഇപ്പൊ ഞാനീ പറഞ്ഞതുപോലെ തന്നെയല്ലേ ഓരോ മലയാളിക്കും ഗൾഫുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്? നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നില്ലേ? എന്നാൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മാപ്രകൾ വാർത്ത കൊടുക്കുന്നത് കേട്ടാൽ ഇറാൻ എന്തോ മലമറിച്ചു ഗൾഫിലേക്ക് ആക്രമണം നടത്തി അങ്ങനെയാക്കി. ഉളുപ്പില്ല ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങള്. നിറകേടാണ് ഈ ഇറാൻ ചെയ്യുന്നത് എന്ന് എന്തുകൊണ്ടാ ഇവിടെയുള്ള ഒരു പ്രമുഖ മാധ്യമത്തിനും ഒരക്ഷരം മിണ്ടാൻ സാധിക്കാത്തത്? നമ്മളിൽപ്പെട്ട എത്ര ആളുകൾ ഈ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. സൗദി അറേബ്യയിലില്ലേ, UAE-യില്ലേ, ബഹ്റൈനില്ലേ, കുവൈത്തിലില്ലേ, ഖത്തറിലില്ലേ? ഇവിടേക്കൊക്കെ തന്നെ ഈ പറയുന്ന ഇറാൻ ആക്രമണം നടത്തി. പിന്നെ ഇറാനെ കൊണ്ട് സകലതും അങ്ങ് തകർക്കാനൊന്നും ആവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു മിസൈൽ അയച്ചിട്ട് അവിടെ ഒരാൾ മരണപ്പെട്ടാൽ, നമ്മളിൽപ്പെട്ടവർ മരണപ്പെടുമ്പോ അതെത്ര വേദന ഉണ്ടാക്കുന്നതാ. ഈ ഇറാനെതിരെ ഒരക്ഷരം നമ്മുടെ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല. ആർക്ക് വേണ്ടിയാ? കേരളത്തിലെ ജിഹാദികൾക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടുന്നില്ല. ഇറാൻ എന്തോ മലമറിക്കാൻ പോവുക എന്നൊക്കെയാ ഒരുപാട് മരമൊണ്ണകൾ ഇവിടെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ഇറാനെതിരെ തിരിഞ്ഞു. UAE ഉൾപ്പെടെ രംഗത്തെത്തിയിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തി. തിരിച്ചടിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ അണിനിരക്കുക. അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത്. അമേരിക്കയുടെ വ്യോമസേനാ സംവിധാനങ്ങൾ ഇറാനിനെ ലക്ഷ്യം വെച്ചു കഴിഞ്ഞു. ഇറാൻ ഏകദേശം പടമാകുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മളാരും തന്നെ ഇറാനിയൻ ജനതയ്ക്കെതിരെയല്ല, ഇറാനിലെ മതഭ്രാന്തനായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമൈനിയുടെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിനെതിരെ മാത്രമാണ് നമ്മളൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ കുറെ ആളുകളെ ഉറഞ്ഞു തുള്ളുന്നുണ്ട് ഖൊമൈനിക്ക് സിന്ദാബാദ് വിളിക്കാൻ. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ള കുറച്ച് കമന്റുകളുടെ ഉദാഹരണം ഞാനിവിടെ കൊടുക്കുന്നത്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. പോടാ ചാണക സംഖി, ഖൊമൈനി ഷൂ നക്കികളെ പോലെയല്ല, ചങ്കൂറ്റമുള്ള യോദ്ധാവ് നെതന്യാഹു ഡേഷ് ബങ്കറിൽ ഡേഷ്. ഇവരുടെ സംസ്കാരത്തിൽ തെറിയാണ് വിളിച്ചിട്ടുള്ളത്. അതായത് ഇവരെന്താ പറയുന്നത്? ഈ ഖൊമൈനി ചങ്കൂറ്റുള്ള നേതാവ് ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിൽ നിന്നോ? ഈ ബെഞ്ചമിൻ നെതന്യാഹു നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് പോലും ഈ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയതും ലോകം മൊത്തമുള്ള മാധ്യമങ്ങളിൽ വന്നതും പരസ്യമായിട്ട് നമ്മളെല്ലാവരും കണ്ടതല്ലേ? എന്നാൽ ഈ ഖൊമൈനിയെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. October 7 ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതിന്റെ തൊട്ടു പിറ്റേ ദിവസം വരെ ഏതെങ്കിലും ഒരു പരസ്യമായിട്ട് ലോക നേതാക്കളുടെ അടുത്തേക്കൊക്കെ ഈ ഖൊമൈനി പോവുകയോ അല്ലെങ്കിൽ ഖൊമൈനിയുടെ അടുത്തേക്ക് വന്ന് ഒരു വീഡിയോ നമ്മൾ ആരെങ്കിലും കണ്ടോ? എന്നിട്ട് ഇവിടെയുള്ള ജിഹാദികൾ പറയും ഖൊമൈനി എന്തോ കൊമ്പത്തുള്ള കൊണാണ്ടറാണ് എന്ന്. ഈ ഖൊമൈനി പെരിച്ചായിയെ പോലെ കഴിഞ്ഞ October 2023 7 ശേഷം
ഈ ഖൊമൈനി പെരിച്ചായിയെ പോലെ ഇടക്കൊന്ന് പുറത്തിറങ്ങിയാൽ തന്നെ ഓടി മാളത്തിൽ ഒളിക്കുന്ന ഒരു ഒന്നൊന്നര ഹൂളയല്ലേ ഈ ഖൊമൈനി എന്ന് പറയുന്നത്. ഈ ഖൊമൈനി വലിയ സംഭവം. ബംഗറിലാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്നൊക്കെ പറയാൻ ഇവിടെയുള്ള ജിഹാദികൾക്ക് നാണമില്ലേ? അടുത്ത കമന്റാണ്, ഒന്ന് പോടോ ഇറാന്റെ ചുണക്കുട്ടികൾ അങ്ങോട്ട് കയറി അടിച്ചിട്ടുമുണ്ട്. നന്നായിട്ട് അടി നടക്കുന്നുണ്ട്. ഈ ഇറാനിൽ നടക്കുന്ന വാർത്ത എന്താണെന്ന് അറിയുന്നുണ്ടോ? ഖൊമൈനിയുടെ വീട് പോലും അടിച്ചു. നമ്മളിവിടെ പ്രത്യേകം ഓർക്കണം, ഇസ്രായേലും അമേരിക്കയും ഇനി ഗൾഫ് രാജ്യങ്ങൾ കൂടിയാണ് ഇറാൻ അടിക്കാൻ പോകുന്നത്. ഈ അടി കൊള്ളുമ്പോ ഇരവാദം, എന്തെങ്കിലും ഒരു തുക്കട മിസൈൽ തിരിച്ചയച്ചാൽ വീരവാദം. ഇതാണ് നമ്മൾ കാണുന്നത്. എന്ത് കോപ്പിനാണ് കേരളത്തിൽ നിന്ന് ഇറാനെ പിന്തുണയ്ക്കുന്നത്? ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നിരവധി മലയാളികൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഇറാൻ ലോകത്തിന് തന്നെ ഭീഷണിയാണ്. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയ ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തു പോകുന്നുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവര്, നമ്മുടെ പ്രിയപ്പെട്ടവര് ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെ ഉൾപ്പെടെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. ഈ ഇറാൻ എന്ന രാജ്യം ഈ ഇറാന്റെ മതഭ്രാന്തന്മാരെ അടിവേററുത്തുകൊണ്ട് അവരെ തകർക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇതൊരു അവസരമാക്കിയെടുത്ത് ഗൾഫ് രാജ്യങ്ങളും ഇസ്രായേലും അമേരിക്കയൊക്കെ ഉൾപ്പെടെ ഒറ്റക്കെട്ടായിട്ട് ഖൊമൈനിയെ അടിവേററുത്തുകൊണ്ട് ഇല്ലാതെയാക്കണം. അത് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാ, ലോക സമാധാനത്തിന് വേണ്ടിയാ. ഈ ഇറാനെ ഇവിടെ എത്രത്തോളം ഈ ഖൊമൈനി ഭരണകൂടത്തെ അവിടെ നിർത്തുന്ന അത്രത്തോളം ലോകത്തിന് ഭീഷണിയാ. അത് ഗൾഫ് രാജ്യങ്ങൾക്ക് ഭീഷണിയാണ്, അത് ഇസ്രായേലിന് ഭീഷണിയാണ്, അത് അമേരിക്കക്ക് ഭീഷണിയാണ്. ഇവര് സ്വന്തം പൊട്ടിത്തെറിക്കാനാണല്ലോ വരിക. അപ്പൊ ഈ പറയുന്ന ഇറാന്റെ മതഭ്രാന്തന്മാരുടെ അവസാനം തന്നെയായിരിക്കും ഈ ഒരു യുദ്ധം എന്നുള്ളതാണ് കൃത്യമായിട്ട് വാർത്തകളിലൂടെ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കമന്റാണ്, ആയുധം വെച്ച് കീഴടങ്ങാനും നിന്റെ കാലിന്റെ ചുവട്ടിൽ ഇരിക്കാനും മാപ്പ് എഴുതാനും ഇത് നീ വിചാരിച്ച ആളല്ല, ഖൊമൈനിയാണ്. ഖൊമൈനി എജ്ജാതി, ഈ ഖൊമൈനി എജ്ജാതി പേടി കൊടലനാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചോക്കൂ. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു, അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു എന്ന അന്തസ്സുള്ള നട്ടലുള്ള ആളാണെങ്കിൽ തിരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കണ്ടേ, അമേരിക്കയെ ആക്രമിക്കുക. അല്ലാതെ തൊട്ടടുത്ത ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ആക്രമിക്കുന്നത് എന്തു ഭീരുത. പിന്നെ നിങ്ങള് ഈ രാജ്യത്ത് പ്രത്യേകിച്ച് ലോകം നോക്കിക്കാണേണ്ട ഒരു വിഷയം കൂടി ഈ പറയുന്ന ഖൊമൈനിയൊക്കെ നോക്കി പഠിക്കേണ്ട ഒരാളുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ ആക്രമണം നടത്തി പാകിസ്ഥാൻ അങ്ങ് കയറി മുറിച്ച് കളഞ്ഞു. വേറൊരു രാജ്യത്തേക്ക് നമ്മൾ ആക്രമണമായിട്ട് പോയിട്ടില്ല. ഈ RSSനെയും മോദിയൊക്കെ തന്നെയല്ലേ നിങ്ങൾ ഈ ഇവിടെയുള്ള ജിഹാദികൾ ആരെയാ കുതിരയെന്ന് പറഞ്ഞ് തോന്നിയത് വിളിച്ചു പറഞ്ഞ് നടക്കുന്നത്. ഈ RSS ഭരിക്കുന്ന ഭാരതം, ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ ആരാക്രമിക്കുന്നോ അവരെയൊക്കെ തീർത്തിട്ടുണ്ട്. അതേസമയം ഇവിടെയുള്ള ജിഹാദികൾ പൊക്കിപ്പിടിക്കുന്ന ഖൊമൈനി ഉണ്ടല്ലോ, പേടിക്കൊടലന്മാരെ പോലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അമേരിക്കക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ സാധിക്കാതെ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നതിനൊക്കെ പകരം നമ്മുടെ പ്രിയപ്പെട്ടവരുള്ള, നമ്മുടെ വേണ്ടപ്പെട്ടവരുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഒരു ഉളോപ്പമില്ലാതെ ഖൊമൈനി പേടിക്കൊടലൻ ആക്രമണമായിട്ട് രംഗത്തെത്തി. ഇയാളെയൊക്കെ പിടിച്ച് വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ ബോധമുള്ള ആളുകൾ പുച്ഛിച്ച് തള്ളില്ലേ. ഏതായാലും വീട് പടമാക്കിയ സമയത്ത് ഖൊമൈനി തന്നെ തീർന്നിട്ടുണ്ടോ എന്നുള്ള വാർത്തക്കൊക്കെ വേണ്ടി വലിയ പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേലിന് തന്നെയായിരിക്കും വിജയം. നീതി മാത്രമേ അന്തിമ വിജയത്തിലേക്ക് എത്താറുള്ളൂ. ഈ ഇസ്രായേലിന്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.